നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് താങ്കളുടെ ബിസിനസിന്റെ ബില്ലിംഗ്, സ്റ്റോക്ക് എൻട്രി മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിംഗ് എന്നിവ താങ്കളുടെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നിവയിൽ വ്യാപാര സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് താങ്കൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നും ഈ രീതിയിൽ അത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുമാണ്. ഇതിനായി താങ്കളുടെ ബ്രൗസറിൽ താങ്കൾ www.vyapaar.in എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ താങ്കൾ ഞങ്ങളുടെ വെബ്സൈറ്റ് പേജ് കാണുന്നു. അവിടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും താങ്കൾക്ക് കണ്ടെത്താൻ കഴിയും. ഇനി താങ്കൾ ഡൗൺലോഡ് ഫോർ ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കംപ്ലീറ്റ് ആകാൻ അനുവദിക്കുന്നു. താങ്കളുടെ ഫയൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യപ്പെട്ടതായി താങ്കൾക്ക് കാണാം. ഇതിനുശേഷം ഫയൽ പൂർണ്ണമായി ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകാൻ അനുവദിക്കുന്നു. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ താങ്കൾ ഇതുപോലുള്ള ഒരു സ്ക്രീൻ കാണും. ഇവിടെ താങ്കളുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്തിട്ട് കംപ്ലീറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്കൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ താങ്കളുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെടും. താങ്കൾ ഇതുപോലുള്ള ഒരു സ്ക്രീൻ കാണും. അപ്പോൾ ഇവിടെ താങ്കളുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽസും താങ്കൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. താങ്കളുടെ ബിസിനസ് ലിസ്റ്റ് എങ്ങനെയാണ് കൂടാതെ എവിടെയാണ് എന്റർ ചെയ്യുന്നതെന്ന് ആദ്യം ഞാൻ താങ്കളോട് പറയാം. ഇതിനായി ലെഫ്റ്റ് കോർണറിലെ മൈ കമ്പനി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യൂ. താങ്കൾ അത് ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ താങ്കൾ ഇതുപോലുള്ള ഒരു എഡിറ്റ് ഫോം വിൻഡോ കാണും. ഇവിടെ താങ്കൾ താങ്കളുടെ ബിസിനസ് അല്ലെങ്കിൽ കമ്പനിയുടെ പേരിനായുള്ള ഒരു സ്ഥലവും ബിസിനസ് ഡിസ്ക്രിപ്ഷനിൽ ബിസിനസ് സ്ലോഗനും കൂടാതെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും എന്റർ ചെയ്യാനുള്ള സെക്ഷനുകളും കാണും. ഇതിനോടൊപ്പം ലെഫ്റ്റ് സൈഡിൽ ആഡ് ലോഗോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് താങ്കളുടെ കമ്പനിയുടെ ലോഗോ താങ്കൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇതുകൂടാതെ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യുന്നതിനായി താങ്കൾ മോർ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തതിനു ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ രീതിയിൽ താങ്കളുടെ മുഴുവൻ കമ്പനി ഡീറ്റെയിൽസും സേവ് ചെയ്യപ്പെടുന്നു. ഇതിനുശേഷം താങ്കളുടെ ബിസിനസിന്റെ പ്രൊഡക്റ്റുകളും പാർട്ടീസും താങ്കൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അഥവാ താങ്കൾക്ക് വേണമെങ്കിൽ ഒരു ഡയറക്റ്റ് സെയിലും ക്രിയേറ്റ് ചെയ്യാം. ഐറ്റംസും പാർട്ടീസും ആഡ് ചെയ്യുന്നതിനു മുമ്പ് താങ്കളുടെ ബിസിനസ്സിന് അക്കോർഡൻസ് ആയി ചില പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് താങ്കൾ എനേബിൾ ചെയ്യേണ്ടതും ഓൺ ചെയ്യേണ്ടതുമുണ്ട്. ഇതിനായി ലെഫ്റ്റ് മെനുവിലെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താങ്കൾക്ക് ജനറൽ സെറ്റിംഗ്, ട്രാൻസാക്ഷൻസിനായുള്ള ട്രാൻസാക്ഷണൽ സെറ്റിംഗ്, ട്രാൻസാക്ഷൻ SMS സെറ്റിംഗ്സ്, പാർട്ടീസിലെ ചേഞ്ചസിനായുള്ള പാർട്ടി സെറ്റിംഗ്, ഐറ്റംസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റം സെറ്റിംഗ്, പ്രിന്റിലെ ചേഞ്ചസിനായുള്ള പ്രിന്റ് സെറ്റിംഗ്, ടാക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സിനായി ടാക്സസ് ആൻഡ് GST ഓപ്ഷൻ എന്നിവ കാണാം. ഇതിനോടൊപ്പം താങ്കളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഐറ്റംസ് MRP വൈസ്, ബാച്ച് നമ്പർ വൈസ്, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, സീരിയൽ നമ്പർ അല്ലെങ്കിൽ IMEI നമ്പർ, സൈസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസിനൊപ്പം താങ്കൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ താങ്കളുടെ പ്രൊഡക്ട്സിനായി ഇവിടെ നിന്നും എല്ലാ ഓപ്ഷനുകളും താങ്കൾക്ക് എനേബിൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ താങ്കളോട് പറയട്ടെ. അപ്പോൾ താങ്കൾ ഏതെങ്കിലും ഐറ്റം ആഡ് ചെയ്യുമ്പോഴെല്ലാം ഈ എല്ലാ ഐറ്റംസും താങ്കൾ കണ്ടെത്തും. അതിനാൽ താങ്കളുടെ ഇൻവെന്ററി താങ്കൾക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ കഴിയും. വരൂ, ഇനി വ്യാപാരിലേക്ക് താങ്കളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഐറ്റംസ് താങ്കൾക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ താങ്കളോട് പറയാം. ഇതിനായി ലെഫ്റ്റ് മെനുവിലെ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താങ്കളുടെ ആദ്യത്തെ ഐറ്റം ആഡ് ചെയ്യുന്നതിനായി ആഡ് യുവർ ഫസ്റ്റ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ ഐറ്റത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ രീതിയിൽ താങ്കൾ എന്റർ ചെയ്യേണ്ടതാണ്. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ താങ്കളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് താങ്കൾ എല്ലാ എൻട്രികളും നടത്തിയതിനു ശേഷം ഐറ്റത്തിനുള്ളിൽ ഞങ്ങൾ താങ്കളോട് പറഞ്ഞതുപോലെ താങ്കളുടെ സ്റ്റോക്ക് താങ്കൾ ബാച്ച് വൈസ്, സീരിയൽ നമ്പർ വൈസ് തുടങ്ങിയവ ആയാണ് ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ ഡീറ്റെയിൽസ് എന്റർ ചെയ്യുന്നതിനായി താങ്കൾ ഐറ്റം ട്രാക്കിംഗ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ഐറ്റത്തിന് മൾട്ടിപ്പിൾ ബാച്ച് നമ്പേഴ്സും MRPസും ഉണ്ട് എങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്റർ ചെയ്യുന്നതിനായി താങ്കൾക്ക് ആഡ് മോർ സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സിമ്പിൾ ഡീറ്റെയിൽസ് കൊണ്ടാണ് ഞങ്ങൾ ഐറ്റം സേവ് ചെയ്യുന്നത്. വ്യാപാരിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഓപ്ഷൻ എന്തെന്നാൽ ഒരു ഓൺലൈൻ സ്റ്റോർ കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ അത് താങ്കൾക്ക് നൽകുന്നു എന്നതാണ്. ഫ്യൂച്ചറിൽ താങ്കളുടെ പ്രൊഡക്റ്റ് ഒരു ഓൺലൈൻ സ്റ്റോറിലൂടെ താങ്കളുടെ കസ്റ്റമേഴ്സുമായി ഷെയർ ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് ഇമേജസ് ആഡ് ചെയ്യാനും മറക്കരുത്. അതുവഴി താങ്കളുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ് രൂപപ്പെടും. ഇവിടെ ഓരോ പ്രൊഡക്റ്റിനായും മാക്സിമം 5 ഇമേജസ് താങ്കൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. അത് ചെയ്തതിനു ശേഷം ഈ പ്രൊഡക്ട്സ് സേവ് ചെയ്യുന്നതിനായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇതുപോലെ താങ്കളുടെ പ്രൊഡക്ട്സ് ലൈൻ വൈസ് ആഡ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സേവിന് പകരം സേവ് ആൻഡ് ന്യൂ ബട്ടണും താങ്കൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്യുമ്പോൾ താങ്കളുടെ ആദ്യത്തെ ഐറ്റം സേവ് ചെയ്യപ്പെടും. കൂടാതെ താങ്കൾ ഒരു പുതിയ വിൻഡോ കാണും. അവിടെ ഒരു ഐറ്റം കൂടി താങ്കൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. എല്ലാ ഐറ്റംസും ആഡ് ചെയ്തതിനു ശേഷം താങ്കൾ ഈ രീതിയിൽ ഐറ്റം ലിസ്റ്റ് കാണും. അവിടെ താങ്കളുടെ എല്ലാ ഐറ്റംസും അവയുടെ അവൈലബിൾ ക്വാണ്ടിറ്റിയോട് കൂടി താങ്കൾക്ക് കാണാൻ കഴിയും.
ഇതേ രീതിയിൽ പാർട്ടീസിനെ ആഡ് ചെയ്യുന്നതിനായി താങ്കൾ പാർട്ടീസ് മെനുവിലെ പാർട്ടീസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആഡ് യുവർ ഫസ്റ്റ് പാർട്ടി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താങ്കളുടെ ഫസ്റ്റ് പാർട്ടിയെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ താങ്കൾക്ക് കാണാം. ഈ പേജിൽ പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഈ രീതിയിൽ താങ്കൾ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ താങ്കൾക്ക് പാർട്ടിയുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്, ഇമെയിൽ ID, അതുപോലെ പാർട്ടിയുടെ GST ഡീറ്റെയിൽ, പാർട്ടി രജിസ്ട്രേഡ് ആണോ അൺരജിസ്ട്രേഡ് ആണോ, കമ്പോസിഷനിൽ രജിസ്ട്രേഡ് ആണോ എന്നിവ പാർട്ടിയുടെ സ്റ്റേറ്റിനൊപ്പം എൻ്റർ ചെയ്യാൻ കഴിയും. താങ്കൾ പാർട്ടിയെ രജിസ്ട്രേഡ് ആയി സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ പാർട്ടിയുടെ GSTIN നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും താങ്കൾക്ക് കാണാം. ഇപ്പോൾ പാർട്ടിയെ ഞങ്ങൾ അൺരജിസ്ട്രേഡ് ആയി സെലക്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം പാർട്ടിയുടെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നു. പാർട്ടിയെ ആഡ് ചെയ്യുന്ന സമയത്ത് പാർട്ടിയിൽ നിന്നും താങ്കൾക്ക് ലഭിക്കേണ്ടതായ അല്ലെങ്കിൽ പാർട്ടിക്ക് നൽകേണ്ടതായ എന്തെങ്കിലും ബാലൻസ് പാർട്ടിക്ക് ഉണ്ട് എങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയി പാർട്ടിയുടെ ഓപ്പണിംഗ് ബാലൻസ് 10,000 ആയി ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പണം താങ്കൾ പാർട്ടിക്ക് നൽകേണ്ടതാണ് എങ്കിൽ താങ്കൾ ട്രൂ പേ സെലക്ട് ചെയ്യുന്നു. താങ്കൾക്ക് ഈ പണം കിട്ടേണ്ടതാണ് എങ്കിൽ താങ്കൾ ട്രൂ റിസീവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ട്രൂ റിസീവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പാർട്ടിയെ സേവ് ചെയ്യുന്നു. കൂടുതൽ പാർട്ടീസിനെ ആഡ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ രീതിയിൽ ഒരു പാർട്ടിയെ കൂടി ആഡ് ചെയ്യുന്നതിനായി താങ്കൾക്ക് സേവ് ആൻഡ് ന്യൂ ബട്ടൺ ഉപയോഗിക്കാൻ കഴിയും. എല്ലാ പാർട്ടീസിനെയും ആഡ് ചെയ്തതിനു ശേഷം താങ്കൾക്ക് പാർട്ടി ലിസ്റ്റ് ഇതുപോലെ കാണാൻ കഴിയും. ഇവിടെ പാർട്ടിയുടെ പേര്, കൊടുക്കേണ്ടതായ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ അവൈലബിൾ ബാലൻസ് എന്നിവ അടുത്തടുത്ത് ദൃശ്യമാകും. ഇവിടെ പാർട്ടിയുടെ ട്രാൻസാക്ഷൻസും താങ്കൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ വ്യാപാരിൽ താങ്കളുടെ ഐറ്റംസും പാർട്ടീസും ആഡ് ചെയ്യും. എന്നിരുന്നാലും ഇവിടെ താങ്കളുടെ ഐറ്റംസ്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പാർട്ടീസ് താങ്കളുടെ വാലറ്റിൽ ഇൻപുട്ട് ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഓപ്ഷനും വ്യാപാരിൽ താങ്കൾക്ക് അവൈലബിൾ ആണ്. ഇതിനായി താങ്കൾ ലെഫ്റ്റ് മെനുവിലെ യൂട്ടിലിറ്റി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ഇൻപുട്ട് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആകും. അവിടെ താങ്കൾ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താങ്കൾക്ക് സാമ്പിൾ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാമ്പിൾ ഫോർമാറ്റ് എക്സലിൽ ഓപ്പൺ ചെയ്യുക. താങ്കൾ സാമ്പിൾ ഫോർമാറ്റ് ഇതുപോലെ കാണും. താങ്കളുടെ എല്ലാ ഐറ്റംസിന്റെയും ഡീറ്റെയിൽസ് ഈ ഫോർമാറ്റിൽ ഫിൽ ചെയ്യുക. ഈ രീതിയിൽ താങ്കളുടെ എല്ലാ ഐറ്റംസും പ്രൊഡക്ട്സും ഈ ഫയലിൽ താങ്കൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ സാമ്പിളിനായി ഞങ്ങൾ 7 മുതൽ 8 വരെ പ്രൊഡക്ട്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഫയൽ സേവ് ചെയ്യുക. താങ്കൾ അത് സേവ് ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ വീണ്ടും വ്യാപാരിലെ ലെഫ്റ്റ് മെനുവിലെ യൂട്ടിലിറ്റീസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ശേഷം ഇമ്പോർട്ട് ഓപ്ഷൻ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിനായി ക്ലിക്ക് ഹിയർ അറ്റ് ബ്രൗസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ ഇതുപോലുള്ള ഒരു സ്ക്രീൻ കാണും. അവിടെ വാലിഡ് ഐറ്റംസ് കൂടാതെ ഐറ്റംസ് വിത്ത് എറേഴ്സ് ഉള്ള ഒരു വിൻഡോ താങ്കൾ കാണും. ഇവിടെ ഏതെങ്കിലും ഐറ്റംസ് വിത്ത് എറേഴ്സിനായി താങ്കൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് കേസ് എങ്കിൽ ആ ഐറ്റം ഇമ്പോർട്ട് ചെയ്യാൻ താങ്കൾക്ക് കഴിയും. ഇതിനായി താങ്കൾ ഒരിക്കൽ കൂടി താങ്കളുടെ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ കറക്ഷൻസ് നടത്തും. ഇവിടെ ഈ എറർ താങ്കളോട് പറയുന്നത് താങ്കളുടെ ലിസ്റ്റിൽ സെയിം ഐറ്റം കോഡ് ഉള്ള 2 പ്രൊഡക്ട്സ് ഉണ്ട് എന്നാണ്. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് റെഡ് ചില്ലി A105 കൂടാതെ IV A105 കാണാൻ കഴിയും. അപ്പോൾ സെയിം ഐറ്റം കോഡ് ഉള്ളതിനാൽ ഈ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയില്ല. ഈ എറർ കറക്റ്റ് ചെയ്യുന്നതിനായി താങ്കൾക്ക് വേണമെങ്കിൽ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും ഈ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ വാലിഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് താങ്കൾ റീചെക്ക് ചെയ്യുന്നു. ശേഷം ഇമ്പോർട്ട് 7 വാലിഡ് ഐറ്റംസിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ഐറ്റംസും അപ്ലോഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഐറ്റംസിലേക്ക് പോയിട്ട് താങ്കൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് കാണുന്നു. കൂടാതെ താങ്കളുടെ ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ ഐറ്റംസും ഐറ്റം ലിസ്റ്റിൽ അവയുടെ അവൈലബിൾ ക്വാണ്ടിറ്റിയോടൊപ്പം ഉണ്ടെന്ന് കാണുന്നു. അതുപോലെ യൂട്ടിലിറ്റി സെക്ഷനിലെ ഇമ്പോർട്ട് പാർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താങ്കൾക്ക് താങ്കളുടെ പാർട്ടീസിനെ ബൾക്കായി ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇനി വ്യാപാരിൽ താങ്കൾക്ക് എങ്ങനെ ഒരു സെയിൽ ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയാം. ഇതിനായി താങ്കൾ ഹോം സ്ക്രീനിലേക്ക് പോകും. ഇവിടെ ആഡ് സെയിൽ ഇൻവോയ്സിനായുള്ള ഒരു ഓപ്ഷൻ താങ്കൾക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് കോർണറിൽ ഒരു സെയിൽ ഫോം ഓപ്പൺ ആകും. അവിടെ ലെഫ്റ്റ് കോർണറിൽ താങ്കൾ സെയിൽ കം ടൈപ്പ് കാണും. അതായത് സെയിൽ ക്യാഷിൽ ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റിൽ ആണോ നടന്നത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. സെയിൽ ക്രെഡിറ്റ് ബേസ്ഡ് ആയിരുന്നു എങ്കിൽ താങ്കൾ ക്രെഡിറ്റ് സെലക്ട് ചെയ്യുന്നു. താങ്കൾ ഒരു ക്യാഷ് സെയിൽ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ താങ്കൾക്ക് ക്യാഷ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ തൽക്കാലം താങ്കൾക്ക് ക്രെഡിറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ താങ്കൾ കസ്റ്റമറുടെ പേര് എൻ്റർ ചെയ്യുന്നു.
ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ലിസ്റ്റിൽ ഓൾറെഡി മഹേഷ് ട്രേഡേഴ്സ് ഇന്റെ പേര് അവൈലബിൾ ആണ്. അതിനാൽ ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയായി ഞങ്ങൾ മഹേഷ് ട്രേഡേഴ്സിനെ ആഡ് ചെയ്യും. താങ്കൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ആഡ് പാർട്ടിയിൽ ക്ലിക്ക് ചെയ്തിട്ട് പേരും ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാം. ഇതിനുശേഷം താങ്കൾ ഇൻവോയ്സ് നമ്പർ ചെക്ക് ചെയ്യും. താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ താങ്കളുടെ ആദ്യത്തെ ഇൻവോയ്സ് നമ്പർ മാനുവലി ഇവിടെ എൻ്റർ ചെയ്യാം. എക്സാമ്പിൾ ആയി ഞങ്ങളുടെ ഇൻവോയ്സ് നമ്പർ ഇവിടെ ആഡ് ചെയ്യുന്നു. എക്സാമ്പിൾ ആയി ഇൻവോയ്സ് നമ്പർ 405 ഞങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഇതിനോടൊപ്പം വ്യാപാര ഒരു ഫീച്ചർ കൂടി താങ്കൾക്ക് നൽകുന്നു. അതായത് താങ്കൾക്ക് ഇൻവോയ്സ് ഡേറ്റ് സ്വയം മാനേജ് ചെയ്യാൻ കഴിയും. താങ്കൾക്ക് വേണമെങ്കിൽ ബാക്ക് ഡേറ്റ്സിനായും ഇൻവോയ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതിനുശേഷം താങ്കൾ ക്രിയേറ്റ് ചെയ്ത സെയിലിനായുള്ള ഐറ്റംസ് താങ്കൾ ഇവിടെ ആഡ് ചെയ്യും. കൂടാതെ അതിനോടൊപ്പം ഐറ്റത്തിന്റെ സീരിയൽ നമ്പർ, ബാച്ച് നമ്പർ പോലുള്ള ഡീറ്റെയിൽസും ഐറ്റം ക്വാണ്ടിറ്റി, ഐറ്റം പ്രൈസ്, ടാക്സ്, അമൗണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യാൻ കഴിയും. ബില്ലിന്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തതിനു ശേഷം താങ്കൾക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇൻവോയ്സിന്റെ ഒരു പ്രിവ്യൂ താങ്കൾക്ക് കാണാം. അത് വ്യാപാരി താങ്കൾക്ക് അവൈലബിൾ ആക്കുന്ന ധാരാളം തീംസിൽ വരും. താങ്കളുടെ റിക്വയർഡ് തീമിന് അനുസരിച്ചുള്ളതാകാം. എന്ത് തീം ആണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നത് അനുസരിച്ച് മൊത്തം 5 ഓപ്ഷനുകളിൽ നിന്നും താങ്കൾ ആഗ്രഹിക്കുന്ന തീം താങ്കൾക്ക് സെലക്ട് ചെയ്യാം. ഒരു തീം സെലക്ട് ചെയ്തതിനു ശേഷം താങ്കൾക്ക് ഈ ഇൻവോയ്സ് ജിമെയിൽ, SMS, വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാം. കൂടാതെ താങ്കളുടെ കസ്റ്റമറുമായി ഡയറക്റ്റ് ഷെയർ ചെയ്യാം. താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ ഇൻവോയ്സ് പ്രിന്റ് ചെയ്യുന്നതിനായി പ്രിന്റ് ഇൻവോയ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് ഒരു PDF ആയി ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വ്യാപാരിൽ താങ്കൾക്ക് എങ്ങനെ താങ്കളുടെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പഠിക്കും. ഇതുകൂടാതെ താങ്കൾക്ക് ആഡ് മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് സെയിൽ ഇൻവോയ്സ് കൂടാതെ പേയ്മെന്റ്, സെയിൽ റിട്ടേൺസ്, സെയിൽ ഓർഡർ, എസ്റ്റിമേറ്റ്, ക്വട്ടേഷൻസ്, ഡെലിവറി ചലാൻ, പർച്ചേസ് ബില്ല്, പേയ്മെന്റ് ഔട്ട്, പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് ഓർഡർ, എക്സ്പെൻസസ് എന്നിവയും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി വ്യാപാരിൽ താങ്കൾ എങ്ങനെ താങ്കളുടെ സ്വന്തം ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ താങ്കളെ കാണിക്കാം. താങ്കളുടെ കസ്റ്റമറുമായും താങ്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ കഴിയും. ഇതിനായി താങ്കളുടെ സ്ക്രീനിലെ ലെഫ്റ്റ് മെനുവിലെ മൈ ഓൺലൈൻ സ്റ്റോർ ഓപ്ഷൻ താങ്കൾ ഉപയോഗിക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞതിനു ശേഷം താങ്കൾ ക്രിയേറ്റ് ഓൺലൈൻ സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സ്ക്രീനിൽ താങ്കളുടെ എല്ലാ പ്രൊഡക്ട്സിന്റെയും ഒരു ലിസ്റ്റ് താങ്കൾ കാണുന്നതാണ്. ഇവയിൽ താങ്കളുടെ ഓൺലൈൻ സ്റ്റോറിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റലോഗിൽ താങ്കൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തിട്ട് ശേഷം സേവ് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യും. താങ്കൾ സേവ് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താങ്കളോട് ലോഗിൻ ഡീറ്റെയിൽസ് ചോദിക്കും. താങ്കൾ ആദ്യമായാണ് താങ്കളുടെ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനാൽ താങ്കളുടെ ഏതെങ്കിലും ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് താങ്കൾ ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ഇതുപോലുള്ള ഒരു സ്ക്രീൻ കാണാൻ കഴിയും. ഇവിടെ താങ്കളുടെ സ്വന്തം ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ മുകളറ്റത്ത് ഉള്ള എഡിറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ താങ്കളുടെ സ്റ്റോറിന്റെ വിവരങ്ങളുടെ ഡീറ്റെയിൽസ് താങ്കൾക്ക് എഡിറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം താങ്കൾ നടത്തിയ ചേഞ്ചസ് സേവ് ചെയ്യുന്നതിനായി സേവ് ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി റൈറ്റ് സൈഡിലെ എഡിറ്റ് ഐറ്റം ലിസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ താങ്കൾക്ക് സ്റ്റോറിൽ നിന്നും ഐറ്റംസ് റിമൂവ് ചെയ്യാനും പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാനും കഴിയും. എക്സാമ്പിൾ ആയി റെഡ് ചില്ലി എന്ന പേരിൽ ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ലിസ്റ്റിൽ നിന്നും മറ്റൊരു പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇതിനുശേഷം നമ്മൾ സേവ് ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ താങ്കളുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ അപ്ഡേറ്റഡ് ആകും. ഇനി താങ്കൾക്ക് വേണമെങ്കിൽ ഷെയർ സ്റ്റോർ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് താങ്കളുടെ കസ്റ്റമേഴ്സുമായി പ്രൊഡക്റ്റ് കാറ്റലോഗ് ഇമെയിൽ, SMS, വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്ത് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാം. എന്നിരുന്നാലും ചില സെലക്ടഡ് പ്രൊഡക്ട്സ് മാത്രമാണ് താങ്കൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ താങ്കൾ അവ സെലക്ട് ചെയ്തിട്ട് ഷെയർ 2 ഐറ്റംസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താങ്കളുടെ കസ്റ്റമേഴ്സുമായി സെലക്ടഡ് പ്രൊഡക്ട്സ് മാത്രം ഷെയർ ചെയ്യുക. താങ്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ താങ്കളുടെ കസ്റ്റമേഴ്സിന് ഒരു മെസ്സേജിൽ ഒരു ലിങ്ക് ലഭിക്കും. അവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വ്യാപാരികൾ നമുക്ക് എങ്ങനെ നമ്മുടെ സ്വന്തം കൽപ്പിന് ക്രിയേറ്റ് ചെയ്യാമെന്നും പാർട്ടീസ് ആഡ് ചെയ്യാമെന്നും ഐറ്റംസ് ആഡ് ചെയ്യാമെന്നും കൂടാതെ താങ്കൾക്ക് എങ്ങനെ സെയിൽ ഇൻവോയ്സസും കൂടാതെ അത്തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ക്രിയേറ്റ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കും. എന്നാൽ ബിസിനസ്സിൽ ബില്ലിംഗ്, ഇൻവെന്ററി എന്നിവയോടൊപ്പം അക്കൗണ്ടിംഗും പ്രധാനമാണെന്ന് നമുക്കെല്ലാം അറിയാം. അതിനുവേണ്ടി നമ്മൾ വളരെ കഠിനമായി പ്രയത്നിക്കേണ്ടതുണ്ട്. എന്നാൽ വ്യാപാരി താങ്കൾക്ക് വേണ്ടി അത്തരത്തിലുള്ള എല്ലാ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനായി താങ്കൾ ലെഫ്റ്റ് മെനുവിൽ ഉള്ള റിപ്പോർട്ട്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താങ്കൾക്ക് എല്ലാ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സും കൂടാതെ ഡെയിലി റിപ്പോർട്ട്സും കാണാൻ കഴിയും.
ഈ റിപ്പോർട്ട്സ് താങ്കളുടെ ട്രാൻസാക്ഷൻസ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആക്കുന്നു. ഈ റിപ്പോർട്ട്സിൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ഉൾപ്പെടുന്നു. ഇവിടെ എല്ലാ ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്യുന്നത് കൂടാതെ താങ്കൾക്ക് ഡേ ബുക്കും ചെക്ക് ചെയ്യാൻ കഴിയും. താങ്കൾക്ക് ക്യാഷ് ഫ്ലോയും കാണാൻ കഴിയും. വ്യാപാരി ഇവിടെ താങ്കൾക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ടും നൽകുന്നു. ബാലൻസ് ഷീറ്റിനൊപ്പം പാർട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടി ഡീറ്റെയിൽ ഇൻക്ലൂഡിംഗ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് എന്നിവ ഇവിടെ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. അതുകൂടാതെ GST റിപ്പോർട്ട്. താങ്കൾ ഒരു റെഗുലർ രജിസ്ട്രേഡ് ആണെങ്കിൽ അതിന് അക്കോർഡിംഗ് ആയുള്ള റിപ്പോർട്ട്സ് താങ്കൾക്ക് കാണാം. താങ്കൾ കമ്പോസിഷൻ സ്കീമിന്റെ ഒരു ഭാഗമാണെങ്കിൽ വ്യാപാര സെറ്റിംഗ്സിൽ ട്രാൻസാക്ഷൻ ആൻഡ് GSTക്ക് കീഴിൽ കമ്പോസിഷൻ സ്കീം സെലക്ട് ചെയ്തിട്ട് ശേഷം താങ്കളുടെ ട്രാൻസാക്ഷൻസ് നടത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ GST റിപ്പോർട്ട്സും GSTR 3B4 ആൻഡ് 9 കൂടി കാണാം. ഇനി എവിടെയാണ് താങ്കൾ ഐറ്റം ആൻഡ് ഇൻവെന്ററി റിലേറ്റഡ് ടോട്ടൽ 7-10 ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഇവിടെ ഓരോ രീതിയിലും താങ്കൾക്ക് സ്റ്റോക്ക് ഇൻവെന്ററി ട്രാക്ക് ചെയ്യാനും അതിന്റെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ ബിസിനസ്സിൽ ഇൻവെന്ററി മാനേജ് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ഡേറ്റ്സ്, എക്സ്പയറി ഡേറ്റ്സ്, ബാച്ച് വൈസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സീരിയൽ നമ്പർ വൈസ് ആണെങ്കിൽ താങ്കൾക്ക് അതിന്റെ ട്രാക്കിംഗ് ഐറ്റംസ് സ്റ്റോക്ക് ട്രാക്കിംഗ് റിപ്പോർട്ട് എളുപ്പത്തിൽ നേടാൻ കഴിയും. അതുകൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിനായുള്ള റിപ്പോർട്ട്, ഡിസ്കൗണ്ട്സിനായുള്ള ഒരു പ്രത്യേക റിപ്പോർട്ട്, കൂടാതെ ടാക്സസിനായുള്ള ടാക്സ് റിപ്പോർട്ട്, അതിനോടൊപ്പം എല്ലാ ബിസിനസ് എക്സ്പെൻസസിനായുമുള്ള മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് എക്സ്പെൻസസ് എന്നിവയും നൽകുന്നു. കൂടാതെ വ്യാപാരിലെ ഇൻകം ടാക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതേ പർച്ചേസ് ജോബ് റിപ്പോർട്ടിൽ കാണാൻ കഴിയും. താങ്കൾക്ക് ഒരു ലോൺ അക്കൗണ്ടും ഉണ്ട് എങ്കിൽ താങ്കളുടെ ലോൺ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയും വ്യാപാരി താങ്കൾക്ക് നൽകുന്നു. ലോൺ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിൽ നിന്നും താങ്കളുടെ എല്ലാ ലോൺ അക്കൗണ്ട്സിനായുമുള്ള സ്റ്റേറ്റ്മെന്റ്സ് താങ്കൾക്ക് നേടാൻ കഴിയും. ഈ റിപ്പോർട്ട്സിലൂടെ താങ്കളുടെ ബിസിനസിന്റെ എല്ലാ വശങ്ങളും താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഈ രീതിയിൽ വ്യാപാരി താങ്കളുടെ ബിസിനസ് മാനേജ്മെന്റ് ലളിതമാക്കുന്നു, കൂടാതെ താങ്കളുടെ സമയവും ലാഭിക്കുന്നു. അതുകൊണ്ടാണ് ബിസിനസ്സിനായി വ്യാപാരം